ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ UP മാവു എന്ന് പറയുന്ന ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം അല്ലേ? അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് ഒന്ന് എൻ്റെ സുന്ദരനായി, പ്രായം ഒരു 10 വയസ്സ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ കിട്ടുന്ന ഒരു പ്രത്യേക തരം പൊടിയുണ്ട്. ആ പൊടി വെച്ച് കുളിച്ചാൽ പ്രായം കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ തേച്ച് കുളിച്ചപ്പോൾ ഇങ്ങനെയായി, പ്രായം കുറഞ്ഞു അല്ലേ? ആളായി. അപ്പൊ നമുക്കിനി നമ്മുടെ കൂടെ ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പൊ ആ മിസ്സിംഗ് ആയ ആളെ തപ്പിട്ടാണ് ഞങ്ങൾ പോകുന്നുണ്ടോ, എവിടെ എന്താ ഒന്നും ഒരു പിടുത്തമില്ല. എവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. അപ്പൊ നമുക്ക് നേരം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ശരിക്കും പറഞ്ഞ സ്കൂളിന്റെ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. താഴേക്ക് ഇറങ്ങണം. ഇവിടെയൊക്കെ മാങ്ങ ഉണ്ടായി കഴിയുമ്പോ എന്നാ സുഖാന്നല്ല ചോദിക്കുക. നിലത്ത് നിന്ന് പറിക്കാം അല്ലേ? അതെ, മാങ്ങയോട് അടുത്ത് നിന്ന് പറിക്കാം. മാവ് ശരിക്കും നല്ല ഹൈറ്റ്. പണ്ട് നമ്മുടെ ജിത്തു ചെയ്ത വേറെ പരിപാടി ഉണ്ട്. വീട്ടില് ജിത്തു വരുമ്പോഴേ ചെറുപ്പത്തില് പേരക്ക പഴുത്തോ നോക്കുന്നറിയോ? അതായത് ചെറിയ പേരക്കാണല്ലോ, കിലോ പേരക്ക, അതിൽ തന്നെ തൂങ്ങി കിടക്കുന്ന പേരക്കായിരിക്കും. അതിൽ തന്നെ കടിച്ചു നോക്കും. പഴുത്തിട്ടില്ലെങ്കിൽ അവിടെ തന്നെ തൂക്കിയിടും. എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഇതേലും പറിച്ച് നോക്കിയല്ലേ, പറിച്ച് കളയണ്ട, തിന്നു നോക്കിയിട്ട് പറിച്ചാൽ മതി. സ്കൂളിൽ പോയി നോക്കാം. വലിയ ക്ലാസ്സിൽ ഇറങ്ങി വരുന്നത് ഇതെവിടെയായിരുന്നു? ഇത് ഇത്രയും നേരോട് വിറച്ച് കുത്തിയിരിക്കുന്നു തോന്നുന്നു. എങ്ങനെയുണ്ട് സ്കൂൾ? ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ ഫുള്ള് സ്കൂളാണ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അധികം വീഡിയോ എടുക്കണ്ട അല്ലേ? ക്ലാസ്സിലിരിക്കുന്നത് എത്ര ക്ലാസ്സിലാണോ എന്തോ, ക്ലാസ് 8, 8ാം ക്ലാസ്സില്. ഇവിടെ ജിയ ആയിട്ടുള്ള കൂട്ടാണ് കേട്ടോ ഇവരൊക്കെ. ജിയന്റെ കൂട്ടുകാരികളാണ്. ജിയ ഇവിടെ സ്കൂളിലൊക്കെ ഒന്ന് ഫേമസ് ആയി. കൊക്കോ കൊക്കോ, ഇവിടെ മലയാളിയുടെ പട്ടിയാണ്, നമ്മുടെ കൂടെയാണ് വിട്ട്. ജിയാനും കൂടെ കളിക്കുവാട്ടോ ചേച്ചിമാരൊക്കെ. ഇതും വേറൊരു മുതലാളിന്റെ മോളാട്ടോ. കുഞ്ഞാറ്റേനോട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കും. കുഞ്ഞാറ്റ എന്നെ ഒട്ടി നടക്കുക. നടക്കും കുഞ്ഞാറ്റ അങ്ങോട്ട്. ഇതാണ് റിസപ്ഷനൊക്കെ കേട്ടോ, വഴികാട്ടി. ആദ്യം കയറുന്ന ടീമാണല്ലോ. വീട്ടു പോടാ. നമ്മുടെ മറ്റേ പുള്ളി അവിടെ ഇരിപ്പുണ്ട്, അങ്കിൾ ഇരിപ്പുണ്ട്. അതേപോലെ അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ അങ്കിൾ ഇവിടെ എന്തോ പരിപാടിയിലാണല്ലേ? കോക്കോയായിട്ട് ഭയങ്കര കളിയാ. വാ, കുഞ്ഞാറ്റയ്ക്ക് എന്താണ് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അറിയാം. ഒരെണ്ണം കൂടി എടുത്തോ? ഫോർമാലിറ്റി ഒരെണ്ണമെങ്കിൽ എടുക്കുള്ളൂ. ഇതർക്ക് പറഞ്ഞ മനസ്സിലായിട്ട് അങ്ങോട്ട് ചെല്ലണതൊക്കെ. അത് വേറെ വിട്ടായി. താങ്ക് യു പറ. ചിരി വന്നിട്ട് ഈ സാറിന്റെ പേരെങ്ങനെയായിരുന്നു? പട്ടക് സാർ നോക്കുന്നത്. ഇത് ഈ സാറിന്റെ മോനാട്ടോ. നാഷണൽ അവാർഡ് എന്തിന്റെ? സ്റ്റേറ്റ് അവാർഡ്. ഉത്തരാഖണ്ഡിന്റെയും ഇതിന്റെയും കൂടി. നാം രുദ്ര പാട്ടേൽ. ഇനി ഇതാട്ടോ ഋഷിക എന്നാണ് പേര്. അക്കൗണ്ടന്റ് ആണ് കേട്ടോ ഇവിടുത്തെ. അപ്പൊ ഇവിടെ പുള്ളിക്കാരി ഇവിടെ വർക്ക് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എന്താ ഞാറ്റേ? സ്ട്രോബെറി തന്നെയോ? അടിച്ചപ്പോ സ്ട്രോബെറി ആണോ? ഇതെന്താ ചിത്തു? ടച്ചൊക്കെ ഉണ്ട് അല്ലേ? ഓ ഇത്രയും വലിയ TV അല്ലേ? ടച്ചാണ്. പഠിക്കാൻ ഇത് ഇവിടുത്തെ പ്ലേ ഏരിയ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ബോർഡ് ഇവിടെയും വരും കേട്ടോ. അപ്പൊ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ? അതായത് ഇവിടെ പ്രീ സ്കൂൾ ഉണ്ടല്ലോ, ആ പ്രീ സ്കൂളാണിത്. പ്രീ സ്കൂളിലെ പിള്ളേർക്ക് വേണ്ടിട്ട് മൊയലാളിയാണ് ഇതിന്റെ സ്കൂളിന്റെ മൊയലാളിയാണ്. ഈ സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ ഈ ഏരിയയുടെ മൊത്തം മുതലാളിയാണ്. അതാ അവിടെ ഒരുത്തി കളി തുടങ്ങി കഴിഞ്ഞല്ലോ. കുഞ്ഞാന്റെ ഫേവറേറ്റ് സാധനമാണിത്. കുഞ്ഞാന്റെ എല്ലാ സ്ഥലത്തും പോയി ഊർന്ന് കളിക്കുന്ന സാധനമാണ്. ആ എവിടെയാന്ന് വെച്ചാ കളിക്ക്.
ഇതൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങോട്ട് വാ. പിന്നെ കൊച്ചിനെ അതെല്ലാം അറിയാം. ഇതെന്താ 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 ഇതെന്താ? ജിറാഫ്. ഇതെന്താ? ഇതിന് പേരെന്താ? കോഴി. ഇത് പശുമ്പ. ഇത് ഡോഗ്. കുതിര. ഇത് ഡോഗ്. ഓക്കെ. താറാവുകള്. ഒട്ടകം. ഇനി ഫ്രൂട്ട്സ് പറ. ഫ്രൂട്ട്സ് പറ. വാട്ടർമെലോൺ. ഓക്കെ. വാട്ടർമെലോൺ. ഇനി ബാക്കിയെടുത്ത് പറഞ്ഞാ. ഇനിയും കുറെ എണ്ണം കിടക്കുന്നുണ്ട്. ഇതെന്താ? ബനാന. അതെന്താ ആ സൈഡിൽ കിടക്കുന്നതാ? ഇതെന്താ ഈ ചുമപ്പെന്താ? റെഡ്. മുന്തിരി. ഇവാനിയോസ് നമ്മളെ കണ്ടിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്ന കേട്ടോ. സ്കൂളിൽ നല്ല ക്ലാസ് ചെയ്യുന്നു. എത്ര? ഇവാനിയോസ് 8-ലല്ലേ? 8-ല്. കുഞ്ഞാൻ്റെ പിന്നെയും ക്ലാസ്സിൽ കയറിട്ടോ. സ്കൂൾ ടോപ്പറാ. സാറാണോ മാർക്ക് ഇടുന്നേ? ആ, വെറുതെ അല്ല. ആണല്ലേ? കുഞ്ഞാറ്റ കാണാനില്ല. കുഞ്ഞാറ്റ അവിടെ അതിനുള്ളിൽ കയറി പോയിട്ടോ. അപ്പോൾ അതാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് കാണിച്ചാണ്. എന്നാലും ഇതാണ് സ്കൂളൊക്കെ വരുന്നത് കേട്ടോ. സ്കൂളും കോളേജൊക്കെ ഉണ്ട് ഇവിടെ. കുഞ്ഞാറ്റ കറക്റ്റ് അറിയാം. അവൾക്കെല്ലാം മുമ്പിൽ ഓടുക. B.Ed വരെ ഉണ്ട് അല്ലേ? TTC ഉണ്ട്. ഇങ്ങോട്ട് പോര് അല്ലേ? ആർക്കെങ്കിലൊക്കെ അഡ്മിഷൻ വേണേൽ ഇങ്ങോട്ട് പോരും കേട്ടോ. UP-യിലാണ് ഫാർമസി. സ്കൂളിൻ്റെ മുമ്പിലത്തെ കാഴ്ച അടിപൊളി. ആൻസി, ഇനി നമ്മൾ കാണാൻ പോകുന്ന ആരെയാണെന്നറിയോ? ഈ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ മുതലാളി. പുള്ളി ഇവിടെ ഇല്ല. ഇതാണ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ കേട്ടോ, സാർ. എന്താ സാറിൻ്റെ പേരെങ്ങനെയാ? आपका नाम? राम प्रवेश. ओके. प्रिंसिपल കോളേജിൻ്റെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു വെജിറ്റബിൾ വെച്ചിട്ടുള്ളൊരു കട്ട്ലേറ്റ് അല്ലേ? കട്ട്ലേറ്റ് അല്ല, വേറെ അതൊരു വെജിറ്റബിൾ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. വെജിറ്റബിൾ മാത്രം, ഫുൾ വെജിറ്റേറിയൻ ആണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടി ഫുൾ എങ്ങനെയുണ്ട് ആൻസി? എങ്ങനെയുണ്ട്? കോക്കോ എന്നെ വെറുതെ വിടൂലല്ലോ ദൈവമേ. കോക്കോ എന്താ കോക്കോ? ഇതാണ് ശുഭം സാർ എന്നാണ് കേട്ടോ പേര്. ഇതിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഓണർ. നമസ്കാരം. പുള്ളി തിരക്കിലായിരുന്നു. BA, BSc, MA, MSc, BTC, ഫാർമസി എല്ലാ കോളേജുണ്ട്. എല്ലാം ഉണ്ട്. അഡ്മിഷനൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് അഡ്മിഷൻ ചെയ്യാം. അക്കോമഡേഷൻ സൗകര്യമുണ്ട്. മലയാളികൾ നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ മലയാളികളുണ്ട്, ഞങ്ങളുണ്ട്. അക്കോമഡേഷൻ ഒക്കെ സേഫ് അക്കോമഡേഷൻ. പകുതിയുടെ പകുതി ഫീസേ ഉള്ളൂ. അതാണ് മെയിൻ ഹൈലൈറ്റ്. ഗ്യാരണ്ടീഡ് സർട്ടിഫിക്കറ്റ്. പിന്നെ BTC പഠിക്കുകയാണെങ്കിൽ നമ്മൾ എക്സാം സഹിതം കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൈ കൊടുക്കാനുള്ള ഗ്യാരണ്ടി. കോഴ്സുകളെല്ലാം ഗ്യാരണ്ടി ആണ്. അമ്മ ആരാന്ന് ചോദിക്കാം, ഇത് ആരാന്ന് ചോദിക്കാം. പുറത്തുനിന്ന് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ചാൽ ഞാൻ അങ്കിളിൻ്റെ നമ്പർ കൊടുക്കാം. ഒരു സാധാരണ നമ്മൾ UP എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ കാശിക്ക് പോകണം, അല്ലെ വാരണാസിക്ക് പോകണം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് കേട്ടോ. അപ്പോൾ ഒരുപാട് ആർക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ വാരണാസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാരണാസി നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചതായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വാരണാസിക്ക് പോകുന്നില്ല. പകരം ഒരു മിനി വാരണാസി. അപ്പോൾ അവിടെ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത് ഗോറിയഘട്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഫുള്ള് വയലായിട്ടുള്ളതിന്റെ ഒത്ത നടുക്ക് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നെല്ലാണ് അല്ലേ? ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ കാണുന്ന വയലറ്റ് ചെടി ഉണ്ടല്ലോ, ഈ ചെടി, ഈ പൂവ്, ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് നല്ല രീതിക്ക് ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊരു ഫേമസ് സാധനമാണ് ഈ സൈഡിലെല്ലാം ഉണ്ടാകാൻ പോകുന്നത്. അതിന്റെ പേരാണ് ബാങ്ക്. അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് സാധനം. അത് ഈ സൈഡിലെല്ലാം ഇനി ഉണ്ടാവും. അതായത് ഈ തണുപ്പ് കഴിഞ്ഞ് ഈ ഒരു ചൂട് തുടങ്ങുന്ന സമയത്ത് ഈ കടകളിലൊക്കെ ആണെങ്കിൽ
ഈ കടകളിലൊക്കെ ആണെങ്കിൽ ഈ ബാങ്ക് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അത് മറ്റേ ഈ നമ്മുടെ കരിമ്പുണ്ടല്ലോ, കരിമ്പ് ജ്യൂസിനകത്ത് മിക്സ് ചെയ്തിട്ട് ഈ സാധനം ഒരു കുടിക്കും. കൂടുതലും നമ്മുടെ നാട്ടിൽ കള്ളു കുടിക്കത്തില്ലേ, അതിന് പകരമായിട്ട് ഇവര് ഈ സാധനമാണ് കഴിക്കുന്നത്. അല്ല അപ്പൊ ഇത് കിക്കാവൂ ഈ സാധനം കുടിച്ചാൽ? പിന്നെ കഞ്ചാവ് അടിക്കുന്ന പോലൊക്കെ തന്നെ ഏകദേശം. ഇത് അടിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. നീ കുടിച്ചിട്ടുണ്ട്? ഇല്ല. അല്ല ഇത്ര എന്നെ വീട്ടിൽ കയറ്റൂലല്ലോ. അല്ല ഇത്ര ഇതായിട്ട് പറയുന്നോണ്ട് ചോദിച്ചാ. കാരണം കഴിച്ച ആൾക്കാരെ നമുക്ക് അറിയാം. ഇവന്മാര് സാധനമൊക്കെ കഴിച്ചിട്ട് റോഡിലേക്ക് കിടക്കുന്നേ, അല്ലെങ്കിൽ കൊല്ല പ്രായമുള്ളവരൊക്കെ, പ്രായം എന്ന് വെച്ചാൽ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകളായിട്ടുള്ള ആൾക്കാരും ആണുങ്ങളും എല്ലാരും ഇപ്പൊ ഇവിടെ പോകുന്ന. കാരണം ഈ പെരും ചൂടത്ത് ജോലിയുണ്ട് ഇവർക്ക്. ആ സമയത്ത് ഈ സാധനമൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇവര് ജോലിക്കൊക്കെ പോകുന്നത് എന്ന് ഇവിടത്തുള്ള ആൾക്കാരാണ് എന്നോട് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി അറിയത്തില്ല. പക്ഷെ സാധനം വിൽക്കും. നമുക്കിപ്പോ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം അതിന്റെ കുറെ കടകളൊക്കെ. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ ഉണക്കിയിട്ട് ഈ സാധനവും നമ്മുടെ നാട്ടിൽ നിരോധിച്ച സാധനവും കിടപ്പുണ്ടാവും. ഇപ്പൊ ഉണ്ടാവോ? ഇല്ല ഇപ്പൊ സീസൺ അല്ല. ഇവിടെ സീസൺ സമയത്തെല്ലാം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പൊ ഓറഞ്ച് എല്ലാ സീസണിലും കിട്ടില്ല. ഇപ്പൊ ഈ സീസണിലാണ് ഓറഞ്ച് കിട്ടുന്നത്. അങ്ങനെ സീസൺ വൈസ് ആണ് എല്ലാ സാധനവും. മധുവൻ കഴിഞ്ഞുള്ള സ്ഥലമാണ്. എനിക്ക് പ്രോപ്പർ ആയിട്ട് പേരറിയില്ല. മധുവൻ കഴിഞ്ഞ ദിവസം നമ്മൾ മധുവനിലേക്കാണ് അൻസി വന്നത്. നമ്മൾ ഇന്ന് കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ വേറെ റൂട്ട് കയറി വന്നു എന്നേ ഉള്ളൂ. അത്യാവശ്യം വലിയ ടൗൺ ആണല്ലോ. ഇവിടെ ടൗണുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം വലുതാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും ചന്തയാണ്. അതെ അതെ അതെ. അതായത് രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി 10 മണി വരെ തിരക്കായിരിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 3 മണി തൊട്ട് ഒരു 6 മണി വരെ തിരക്കായിരിക്കും. ഇതിന്റെ ഇടയിലുള്ള സമയത്ത് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. മെയിനായിട്ടും തണുപ്പിന്റെ ചൂടിന്റെ കാലാവസ്ഥ അനുസരിച്ചാണ് ഇവിടെ ചന്തയും കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ. നമ്മളിങ്ങനെ ഒരു ഗ്രാമത്തിന്റെ സൈഡിൽ കൂടിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ വീടുകൾ ഇതുണ്ടോ, വലിയ വലിയ വീടുകളുണ്ട്, അതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. അതായത് ആൻസി ഗ്രാമങ്ങളെന്ന് പേരേ ഉള്ളൂ. അതെ, ആൾക്കാരൊക്കെ നല്ല കാശുകാരാണ്. വീട് കണ്ട് ഇവിടെയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നീ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ പറഞ്ഞല്ലോ. സെയിം ആയിട്ട് പറഞ്ഞല്ലേ, സോറി, അറിയാതെ പറഞ്ഞു പോയതാണ്. അത് മെയിനായിട്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തോണ്ടാ, അതാണ് സംഭവം. അതെ. ഇതെന്തോ വഴി കാണുന്നത്? ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഒന്നും ഇല്ലല്ലോ, ഇടിച്ചതാണോടാ? ഇത് രാത്രിയിൽ ഇതുവഴി, കാരണം ഇവിടുത്തെ ഈ ട്രാഫിക് നിയമങ്ങളൊന്നും പാലിച്ചല്ല ഇവര് കൂടുതലും വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അപ്പം ഇതിവിടെ ആക്സിഡന്റ് ആയി. ഞാനിവിടെ 2-3 മാസം ആയിട്ട് ഇത് കിടക്കുന്നുണ്ട്. തുടങ്ങിയ സമയത്ത് ഈ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ടയറൊക്കെ ഉണ്ടായിരുന്നല്ലേ, എന്തോ നമ്മുടെ ബാറ്ററി എല്ലാം ഉണ്ട്. വണ്ടി ഫുൾ കാലിയായി. ഫ്രെയിം മാത്രമേ ഉള്ളൂ വണ്ടി, ചേസ് മാത്രം. ഈ താഴേക്ക് നോക്കാൻ തോട് വല്ലതും ഉണ്ടോ? തോടുമല്ല, ചെറിയൊരു തോട് പോലൊരു സംഭവം. അത് പറന്നപ്പോ പോയേക്കുന്നത്. ഒരു ദിവസം രാത്രി വന്ന് രാവിലെ ആയപ്പോഴാണ് കിടക്കുന്നത്. എനിക്കൊന്ന് രാത്രി ആയത് ആക്സിഡന്റ് കൺട്രോൾ പോയതായിരിക്കും. ബേക്കിലൊന്നും ടയറില്ല. അതായത് പൊട്ടിയ ടയറല്ലേ, പൊട്ടിയ ടയർ അതിലിടുമ്പോ അത് കൊണ്ടുപോയി ടയറേ ആർക്കും ആവശ്യമില്ലല്ലോ. പൊട്ടാത്ത ടയർ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് വണ്ടി ഓടിക്കുന്നതിൽ ഭയങ്കര എക്സ്പേർട്ട്. അത് ഗാവിലോട്ടെന്നൊക്കെ പറഞ്ഞ് ചെറിയ റോഡാ ഇന്നലെ കണ്ടോട്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ ഓടിക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഒരു ബാലൻസ് ഇല്ല. പക്ഷെ ഇവന്മാരത് നല്ല പ്രോപ്പർ ആയിട്ട് വണ്ടി നല്ല സ്പീഡിലും എടുത്തോണ്ട് പോകും. അതാ നമ്മുടെ കേരളത്തിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുള്ളവർ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളവർ നമ്മൾ പറഞ്ഞ അവർക്ക് കുറച്ച് 2-3 ദിവസത്തേക്ക് ഇപ്പൊ ചേട്ടായിക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടല്ലേ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നം, ഇപ്പൊ ഭയങ്കര സിമ്പിൾ ആയി. അത് മനസ്സിലായപ്പോ അത് എല്ലാരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടുത്തെ അതൊരു ശീലമായി ഇവന്മാർക്ക്. ഇവന്മാര് ഇടത്തൂടെ വലത്തൂടെ ഒക്കെ കയറ്റി എടുത്തോണ്ട് പോയി നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ പോണം. അതാണ് എന്റെ മെയിൻ സംഭവം. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ഇതാണ് മോളെ സാധനം, കാള. പക്ഷേ ജിമ്മിലൊക്കെ പോകുന്ന പോലെ നല്ല മസിലൊക്കെ ഉരുണ്ടാണ് നിക്കുന്നത്. പക്ഷെ പാവാന്നല്ലേ, ഒന്നും ചെയ്യില്ല. ക്യൂട്ട്നെസ് വാരി എറിയുന്നതിന്റെ മുഖത്ത് കൂടി, ശരീരം മാത്രമേ അത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കൊറേ എണ്ണത്തിന് റോഡ് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ അല്ലെ. അത് ചില നിങ്ങൾ വയലന്റ് ആയ വണ്ടിയൊക്കെ എടുത്തെറിയോ? നിങ്ങൾ എടുത്തെറിയും. അതൊക്കെ കണ്ടോ, വീടുകൾ കണ്ടോ, അടുത്തടുത്ത വീടുകൾ. ഇവിടെ എല്ലാ വീടിന്റെ മുന്നിൽ ഓൾമോസ്റ്റ് ആ ചാണകം ഉരുട്ടിട്ടുള്ള തീ കത്തിക്കാനുള്ള സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടാവും. എല്ലാ വീട്ടിലുണ്ട്. അതുപോലെ എരുമയുണ്ട്. എരുമ ഈ വീടുകൾ നോക്കിയേ, ആ വീടുകളുണ്ടോ? വെയിലായി തുടങ്ങിയതുകൊണ്ട് എല്ലാരും പുറത്തേക്ക് കട്ടിലൊക്കെ എടുത്തിട്ട് പുറത്ത് കിടക്കൊക്കെ തുടങ്ങി. അത് തണുപ്പ് മാറി ചൂടായി തുടങ്ങിയില്ലേ. അപ്പൊ ഇത് ഗോസി എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് എത്തിയിട്ടോ നമ്മള്. ഇനി ഇവിടുന്ന് നമുക്കൊരു 22 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്നാലും
കാരണം ഇത് ഓരോരോ കുഞ്ഞു കുഞ്ഞു ടൗണുകളും വലിയ വലിയ ടൗണുകൾ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ലേറ്റ് ആവുകയാണ്, ഓരോ ടൗണിലും നമ്മൾ ലേറ്റ് ആവുന്നുണ്ട്. ഒന്നാമത് ഈ സാധനം, അതെ, ഈ കൊച്ചു സാധനം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ ഇത് ചെറിയ വിലക്ക് ഇവിടെ കിട്ടുന്ന കേട്ടോ. ഗവൺമെന്റ് ഇവിടുത്തെ ചെറുപ്പക്കാരെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു. പക്ഷെ ഇതിനകത്ത് ഇരിക്കുന്ന ചെറുപ്പക്കാരല്ലല്ലോ. കാരണം ഇവിടെ വണ്ടി മേടിക്കാൻ പറ്റുന്ന ഇപ്പൊ ഇത്ര വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഈ വണ്ടി കിട്ടും, ചെറിയ വിലക്ക് കിട്ടും. പിന്നെ CC അടച്ച് എടുക്കാം, ചെറുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന. അല്ല, അതുമല്ല വേറൊരു കാര്യമുണ്ട്, ഇവിടേക്ക് ഇത് വേണം, ഇതേ പറ്റുള്ളൂ. എന്താണെന്നറിയോ, ചില ഗ്രാമങ്ങളിൽ കയറണമെങ്കിൽ വേറെ വണ്ടി ഒന്നും പോവില്ല. ചേട്ടാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാനിങ്ങനെ നമ്മുടെ ഓരോ പൂരങ്ങളൊക്കെ നടക്കുമ്പോൾ ഒക്കെ നമ്മൾ ഭയങ്കര തിരക്കുണ്ട്. ഇവിടെ ഡെയിലി മാർക്കറ്റിലോട്ടൊക്കെ നമ്മൾ കണ്ടാ പേടിക്കും, അത്ര തിരക്കാ, അത്രയൊക്കെ റഷാണ് ഇവിടുത്തെ മാർക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞാല്. കപ്പളങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടോ, എന്നോ വലിയ കപ്പളങ്ങയോ. അത് ഓരോ, പക്ഷെ മധുരമില്ല ഇവിടുത്തെ കപ്പളങ്ങ. നമ്മുടെ നാട്ടിലെ പോലെ ഇതിന് മധുരമില്ല. വലിപ്പമുണ്ട്, വലിപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരെണ്ണം വാങ്ങാം എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞത്. അല്ല ആൻസി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇതിലാണോ അന്ന് വന്നേ? ഒരു പ്രാവശ്യമല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നത് ഇത് കൂടിയാന്നാ തോന്നുന്നത്. ആണെന്നാ തോന്നുന്നേ. അത് ഇതല്ലടി, ഇതല്ല, വലിയൊരു പാളായിരുന്നത്. 2-3 ഇണ്ടാര. ഇത് നാട്ടു റോഡിൽ വേണ്ടി നിർത്തിയിട്ടേക്കുവാണോ? നിർത്തിയിട്ടല്ല, ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. ഓ, നിസാരല്ലേ? നിസാരം ബൈക്കാണല്ലോ. എടി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല ഇവിടെ. നമ്മുടെ നാട് ഇത് നമ്മുടെ കേരളത്തിനേക്കാളും വലുതാണ്. 75 ജില്ലയുണ്ട് ഇവിടെ. അതെ, പിന്നെ ഒരു കാര്യം പറയുമ്പോഴേ, ഒരു ഭാഗം നോക്കുമ്പം ഇവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പം നമുക്ക് ശരിയായിട്ട് തോന്നും. പക്ഷെ നമ്മൾ കേരളീയർ എന്നൊരു നിലയ്ക്കാണ് നമുക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടും ഒരു ഇതൊക്കെ ഒരു കുറ്റകൃത്യമായിട്ടൊക്കെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഫീൽ വരുന്നത്. പക്ഷെ ഇവിടെ വണ്ടിക്കാര്, അതായത് ആദ്യമായിട്ടൊക്കെ ഈ റൂട്ടിലൊക്കെ വണ്ടി ഓടിക്കുന്നവര് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ ഇവിടുത്തെ നോക്കുന്നത്. അവനവന്റെ നിയമങ്ങളാണ് ഇവിടെ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ പേര് അമില എന്നാണ് കേട്ടോ. ടൗണിന്റെ പേരാണ്, സോറി, ടൗണിന്റെ പേര് അമില എന്നാണ്. ഇതുണ്ടോ, വഴി കിടക്കുന്നുണ്ടോ, ഒരുമാതിരി വരച്ചു വെച്ച പോലെ ഉണ്ട്. സ്ട്രെയിറ്റ് വഴി. അന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല, നമ്മള് നൈറ്റ് ആയിരുന്നു ഇതിൽ ഓടിയത്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഇതിൽ ഈ വഴിയിൽ കയറുമ്പോ നല്ല സുഖ, അങ്ങനെ ഇരുന്നാ മതില്ലേ, കാലിങ്ങനെ കൊടുത്തു പോകും. കൊറേ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനത്തെ വഴിയിലൊക്കെ ഡ്രൈവിംഗ് പഠിച്ചുകൂടെ അനുസരിക്കുകയും കമന്റ്സ് ഡെയിലി വരാറ് കാണാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ വഴിയിലൊക്കെ പോയിട്ട് ഓരോ ഷോ കാണിച്ചിട്ട് അപ്പുറത്തെ പറമ്പി കിടക്കും. അല്ല, സ്റ്റിയറിംഗ് ബാലൻസ് ആക്കാം നമുക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്കും, അതിന് കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിച്ച് ഇങ്ങനെ തന്നെയാ. പിന്നെ നല്ല വഴി കൂടി സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യും. ഇവിടെ വന്നിട്ടല്ല, നാട്ടിലെ നല്ല വഴി കൂടി. ഇവിടുത്തെ വഴി കൂടെ ഒന്നും പഠിക്കാൻ പറ്റില്ല. ന്യൂട്രൽ നമുക്ക് ട്രോളുന്നത് കണ്ടോ ജിത്തു? എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ലൈസൻസ് എല്ലാം ഉണ്ട്, വണ്ടി ഓടിക്കാൻ എല്ലാ ലൈസൻസും ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല. ആൻസി, ഇവിടെ 95 രൂപ 22 പൈസ സാർ. 95 രൂപ 22 പൈസയാണ് പെട്രോളിന്റെ വില. ഡീസലിന് 88 രൂപ 38 പൈസ. ഈ യാത്രയിൽ നമ്മൾ ഇത്രയും കുറച്ചടിക്കുന്നത് ഇവിടുന്ന് പെട്രോൾ. അപ്പൊ നമ്മളങ്ങനെ ഡൗറിയ ഘട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്തിയോ? 400 മീറ്റർ കൂടെ ഉള്ളൂ. ഡൗറിയ ഘട്ടിലെത്തി നമ്മള്. നല്ല വെയിലല്ലേ? ഓ, അടിപൊളി വെയില്. അതാ കറക്റ്റ് വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെയിലടിക്കണം. അതുകൊണ്ട് കറക്റ്റ് അറിയുന്നുണ്ട് ഗ്ലാസിന്റെ ഭംഗിയാ. ഇത്രയും നേരം നല്ല വഴി കൂടെ വന്നിട്ടേ പെട്ടെന്ന് ഈ ഒരു അലമ്പ് വഴിയിലേക്ക് ഇറങ്ങി ഇപ്പൊ ഒരു ഫീല്. അപ്പൊ ഒരു 4-5 വണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ. അപ്പൊ അവിടെ നമ്മളും വണ്ടി സൈഡാക്കിയിട്ടുണ്ടേ. ഇതന്നെ കൈയൊക്കെ കെട്ടി കിടക്കുന്നത്. ആ കൊച്ചമ്മേനൊന്ന് പിടിച്ചേ. അനുസരണയുള്ള കൊച്ച. അനുസരണയുള്ള, അതുകൊണ്ട് പിന്നെ കൈ പിടിച്ചില്ലേ കുഴപ്പമില്ല അല്ലേ? അതായത് ജിത്തു, ഇതിന്റെ ഒരു ചെറിയൊരു വ്യാഖ്യാനം നീ പറയൂ. വാരണാസിയിൽ നമ്മള് സംഭവം നമ്മൾ കണ്ടില്ല, ഘട്ട്. വാരണാസിയില് അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഗംഗയുടെ തീരത്തും യമുനയുടെ തീരത്തുണ്ടെങ്കിൽ ഗംഗയുടെ തീരത്തൊക്കെ ഇതുപോലെ ഓരോ ഘട്ടുകളുണ്ട്. ഈ ഒരു ജില്ലയിൽ, അതായത് നമ്മുടെ ഈ ഒരു ജില്ലയിലെ ഒരു ഘട്ടാണ് ഇത് അല്ലേ, ഡോറിയ ഘട്ട്. നമ്മളൊക്കെ അവിടെ ആൾക്കാർ മരിക്കുവാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്കാണ് ആൾക്കാരെ കൊണ്ടുവരും. നിങ്ങളുടെ മാവു ആ ഏരിയയിലൊക്കെ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ടാട്ടോ കൊണ്ടുവരാ. അതായത് നമ്മുടെ വാരണാസി, അതായത് ഒരു മിനി വാരണാസി അല്ലേ? മിനി വാരണാസിയാണ് ഇപ്പോൾ സംഭവം. ഒരു ടെമ്പിള്.
കുഞ്ഞാടുകൾ. ജിത്തു ഇതെന്തായിരുന്നല്ലോ സാധനം മധുരമുള്ള? ചേട്ടാ ഇതുണ്ടല്ലോ നമ്മളൊരു വെജിറ്റബിൾ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, വെള്ളരിക്കാണോ കുമ്പളങ്ങയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കുമ്പളങ്ങയാന്ന് തോന്നുന്നല്ലേ? ആ കുമ്പളങ്ങ. അത് ഒരു സീഡ്സ് പോലെ ഉണ്ടാക്കുന്നത്, ഭയങ്കര മധുര. ഒരു സീസൺ അതുണ്ടാവണ ഒരു സീസൺ സമയമാണിത്. ഇത് മിക്കപ്പോഴും ഇതുപോലെ ഇവിടുത്തെ മെയിൻ കൃഷികളിലൊന്നാണ് ഇത്. എപ്പോഴും ഇങ്ങനെ തൂന്നി കിടക്കുന്നതാണ് ഈ സാധനം. ഇതിങ്ങനെ മധുരക്കിഴങ്ങ് ഇതിവിടെ കൂടുതൽ കിട്ടുന്ന ഒരു സംഭവം മധുരക്കിഴങ്ങ്. അതെ. അൻസി അങ്ങോട്ടല്ലല്ലോ, അങ്ങോട്ടാണോ? നമുക്കൊരു അമ്പലം ഉണ്ട് അവിടെ. അവിടെ നമുക്ക് ടെമ്പിളിൽ പോയിട്ട് വരാം. അതൊന്ന് കഴിക്കുക എങ്ങനെയാണെന്ന് നോട്ടെ. ഞാൻ കഴിച്ചു. ഇത് എന്ത് സാധനം ചോദിച്ചത്? ഈ കൈസ ബനാത്ത ഇത് തനി കൽക്കണ്ട. കംജി നാമേക്ക് കംജി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഇതിനാ 25 ചേട്ടാ 25 രൂപ. ഗൂഗിൾ പേ കാരണം എല്ലാവരുടെ അടുത്തും ഗൂഗിൾ പേ ഉണ്ട് അല്ലേ? അതാണ് മെയിൻ ഒരു സംഭവം. അപ്പോൾ അത് ഈ കാണുന്നുണ്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു വെള്ളം കിട്ടിയിട്ടോ ഫ്രീ ആയിട്ട്. ഇതെന്താ നമ്മുടെ നാട്ടിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ ചില സിനിമയിൽ കണ്ടിട്ടില്ലേ, ചാരായം മേടിച്ചിട്ട് 90 മേടിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചിങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ ഈ പെട്ടി എന്നൊക്കെ പറയുന്നത് ദൂരെ നിന്നൊക്കെ ഉള്ളവർ, ദൂരെ എന്ന് പറഞ്ഞാൽ കുറച്ച് അകലെ അല്ലേ, അവരൊക്കെ കൊണ്ടുവരുന്ന ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്ന പെട്ടിയാണ് കേട്ടോ ഇത്. ഇതെന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഉപേക്ഷിച്ചേക്കുന്നത്. പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല അവർക്ക്. അപ്പം അതങ്ങനെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോകുന്നത്. കാരണം തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അല്ലേ? കളിയാക്കിയതല്ല കേട്ടോ, കളിയാക്കിയതാണെന്നൊന്നും ആരും വിചാരിക്കരുത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഫുള്ള് കടകളും സംഭവങ്ങളൊക്കെയാണ്. ഇതേ വടയൊക്കെ നമ്മുടെ അവിടെ കിട്ടുന്ന സാധനം അല്ലേ? ഈ സാധനത്തിന്റെ പേര് നടുക്കിരിക്കുന്നത് ഗാട്ടി. ഇത് എരിവാണോ? അല്ല, ഒരു മീഡിയം സാധനം. മീഡിയം രണ്ട് ബജി. ഹായ്, ആപ്കാ നാം? അജിത് കുമാർ. നമുക്ക് സിനിമ നടന്നില്ലേ അജിത്? അതാ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു. ഞങ്ങൾക്ക് എന്താണ്, നമ്മളിങ്ങനെ എല്ലാവരോടും പോയി ഇങ്ങനെ ഓരോ സാധനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും അവർ ചോദിക്കും നമ്മൾ സാധനം മേടിക്കുമെന്ന്. പക്ഷെ നമ്മൾ മേടിക്കാതെ പോകുമ്പോൾ അത് നമുക്കൊരു വിഷമമാണ്. നമ്മൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് അതുകൊണ്ടല്ല നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. മറ്റേ സമൂസ കൊള്ളാം, പക്ഷെ ഗാട്ടി എന്ന് പറഞ്ഞ സാധനം എനിക്ക് അത് എരിവല്ലേ? അല്ല, അതിനകത്തൊരു പൊടി പോലത്തെ എന്തോന്ന് എനിക്കറിയത്തില്ല. അതിനകത്തൊരു നമ്മളൊരു തേങ്ങ കരക്കത്തില്ലേ എന്ന് പറയുന്നത്, പക്ഷെ മധുരമല്ല. അല്ലേ? തേങ്ങയല്ല കേട്ടോ, അതുപോലെ ഇരിക്കും, വേറെ എന്തോ അല്ലേ? അപ്പൊ നമ്മളങ്ങനെ ഗട്ടിൻ്റെ അടുത്തേക്ക് എത്തി അല്ലേ? അതായത് ഒരു മിനി വാരണാസി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിലേ നമുക്ക് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അതായത് അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം ഇവിടെ ഉണ്ട് അല്ലേ? ഇപ്പൊ എല്ലാവർക്കും വാരണാസി പോകാൻ പറ്റില്ലല്ലോ. ഇല്ല. അതെ. അതായത് ഇവിടെ ടെമ്പിളിൽ കയറാൻ പൈസ കൊടുക്കണം. वो बोल रहे थे उसको कुछ दे दीजिए अंदर जा सकता है. എന്തെങ്കിലും കൊടുത്തിട്ട് കയറിക്കോളെ. चाचा हमसे बाहर से बोला अंदर जाने के लिए कोई पैसा की जरूरत नहीं है. बाहर से बोला है. वही जरूरत नहीं, जरूरत मैं बताया ना, देने वाले के ऊपर जरूरत है. मैं बताया ना आपको, अकाउंट में फोन पैसा देगा, हमारे हाथ में कुछ नहीं. बात खत्म. हाँ ठीक है आओ. എന്താ ജിത്തു പറഞ്ഞേ? ഒന്നും വരണ്ട. അതായത് ഇവിടെ ഒരു ശിവന്റെ ഒരു ഇത് കാണാം കേട്ടോ, വലിയൊരു രൂപമുണ്ട്. ഇത് ചെറിയൊരു ടെമ്പിളും മന്ദിറും സെറ്റപ്പൊക്കെ അല്ലേ? ജിത്തു എന്താ ചേട്ടൻ പറഞ്ഞേ? പുള്ളി പറഞ്ഞ് പുള്ളിക്ക് 10 രൂപ 5 രൂപ എന്തെങ്കിലും തന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല, നമ്മൾ പോകുമ്പോ 5 രൂപ തരാം, ഗൂഗിൾ പേ വഴി കൊടുക്കാം എങ്ങനെയെങ്കിലും. പുള്ളി പറഞ്ഞ എന്തുവാ അങ്ങനെ ആണെങ്കിലും മതിയെന്ന്. പിന്നെ പുള്ളി പറഞ്ഞു പൈസ ഇല്ലാതെ അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, പുറത്തുനിന്ന് ഓൾറെഡി എന്തുവാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകത്ത് ഫ്രീ ആണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പൈസ ഒന്നും ഇല്ല. പുള്ളി പറഞ്ഞു അങ്ങനെ ഇല്ല, എന്തുവാ പൈസ കൊടുത്തേ കയറാവുള്ളൂ എന്ന്. എന്തെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാൻ. അങ്ങനെ അല്ലാണ്ട് ബില്ല് വെച്ച് മേടിക്കുമല്ല. ഇല്ല, ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാൻ. അത് ശരിക്കും പറഞ്ഞാ നേർച്ച അല്ല, അങ്ങനത്തെ ഒരു സംഭവം. പുള്ളി അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല. അല്ല, നമ്മൾ നേർച്ച ഇടണമെങ്കിൽ നമ്മള് ഭണ്ഡാരപ്പെട്ടി കൊണ്ടേ ഇടൂലേ? ഇല്ല, വേണേ നമുക്ക് 5 രൂപ 10 രൂപ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പോകുമ്പോ തരാന്ന് ഞാൻ പറഞ്ഞു. ഇതുണ്ടോ, ഇതാണ് ടെമ്പിൾ കേട്ടോ. ഈ ടെമ്പിളിന് ചുറ്റും ഇതേപോലെയുള്ള ശിവലിംഗം ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് ശിവലിംഗമാണ്. അപ്പൊ നമുക്ക് മെല്ലെ മേളിലേക്ക് ഒന്ന് കയറി നോക്കാം അല്ലേ? കുഞ്ഞാ ചെരുപ്പ് വരും കുഞ്ഞാ.
എന്താ ചെയ് പൊളിക്കാൻ നോക്കുന്നുണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. ജിത്തുവിന് എവിടെ പോയാലും തല കുനിക്കണം. ജിത്തു എന്നിട്ട് പാടുന്നുണ്ടോ? തല കുനിച്ചിട്ടില്ലൊരിക്കലും കുനിക്കൊല്ലിനിയൊരിക്കലും. പക്ഷെ ഇത് അടിപൊളി കേട്ടോ അല്ലേ? അല്ല അത് തന്നെയാണ് സംഭവം. ഇത് അതെ, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു പാറയുടെ ഒക്കെ അകത്തൂടെ പോകുന്ന ഒരു ഫീല് അത് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഇവിടെ കേറി കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് അല്ലേ? മേലോട്ട് ഇനിയും പോകാനുണ്ട്. ഇനിയുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ശിവന്റെയും പാർവതിന്റെയും ഓരോ രൂപങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഗണപതി ഉണ്ട് ഇവിടെ. കേരളയ്ക്ക് പറ്റില്ല, ഇവിടെ വരെ ഉള്ളൂ അല്ലേ? അതാരാ കുഞ്ഞാ? ആ ആരാ? അത് ഒന്നും കൂടി പറഞ്ഞേ. ഇത് ആരാന്ന് പറ? ഗണപതി. അതൊക്കെ കൊച്ചിനറിയാം. അപ്പൊ ഇതിന്റെ ചുറ്റും നടക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ? ഇതുണ്ടല്ലേ? അതായത് ആ മേളിൽ കാണുന്നതാണ് വലിയൊരു ശിവന്റെ രൂപം. അപ്പൊ നമുക്ക് എന്നാ താഴേക്ക് ഇറങ്ങിയാലോ? ബാ, ഫോട്ടോ എടുത്തോണ്ട്. അപ്പൊ ഇനി നമുക്ക് മെല്ലെ പോയി. ഇതെല്ലാം വെട്ടിയെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ? ഇത് രണ്ടാമത് ചെയ്തേക്കുന്ന ഇത് മൊത്തം ഈ ഒരു സെറ്റപ്പ് ഫുള്ള്. ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്. കിളി കുളിക്കുന്നുണ്ടോ? കിളിയുടെ കുളിസീൻ. ജിത്ത് ഇത് കണ്ടോ? കുളി കുളിക്കുന്നത് അല്ല കിളി കുളിക്കുന്നത്. മൈന. മൈന. ഞാൻ കൃങ്ങണത്തി എന്നൊരു സാധനത്തിനല്ലേ പറയുന്നത്? കൃങ്ങണത്തിയാ? അങ്ങനെ എന്തോ ഒരു പേര് നമ്മുടെ ഞങ്ങൾ പത്തനംതിട്ടക്കാരാണ്. അപ്പം കൃങ്ങണത്തി എന്നൊരു സംഭവം പേരാണ്. കൃങ്ങണത്തി. ഓ അതാ. പത്തനംതിട്ട തൊട്ട് കുറെ കാലമായി, പക്ഷെ പേര് ചെറുപ്പത്തിലേ കേട്ടുണ്ട്, മൈന എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പോവാ അല്ലേ? പുള്ളിയോട് പറഞ്ഞിട്ട് പോവാ അല്ലേ? പുള്ളിനോടൊന്ന് പറഞ്ഞേക്കും. ആരും കൊടുക്കുന്നില്ലെന്നുള്ളതാണ് വേറെ സത്യം അല്ലേ? चाचा वापस आने के टाइम देगा, ठीक है? हाँ देगा, मतलब हमारे हाथ में कुछ नहीं है, अकाउंट से है ना, कोई बात नहीं थोड़ा. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ ജിത്തു, ആരും കൊടുക്കുന്നില്ല. പുള്ളി ഇവിടെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം ഇവിടെ ഒരു പള്ളിയിൽ പൈസ കൊടുക്കും. ഇവിടെ ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മളവിടെ പൂജ ചെയ്യുന്ന ഒരാളുണ്ട്, പുള്ളിയോട് ഞാൻ ചോദിച്ചു തന്നു. ഇവിടെ എല്ലാം അങ്ങനെ വാരണാസി പോലും ഇല്ല. പിന്നെ ഇവിടെ ഇതൊക്കെ കരിമ്പ് വണ്ടിയാണ്. ഇത് എങ്ങനെയൊക്കെ ഒരു ഫ്രെയിം അടിച്ച് വണ്ടി ഉണ്ടാക്കിയേക്കുന്നു. അതിലൊരു എഞ്ചിൻ വെച്ചേക്കുന്നു, മെഷീനും വെച്ചിട്ടുണ്ട്. അതാണ് വണ്ടി. കൊള്ളാല്ലേ? അങ്ങനത്തെ സംഭവത്തിൽ തന്നെയാണ് ഈ ബാങ്ക് ഉണ്ടാക്കുന്നത് അല്ലേ? ബാങ്ക് ഉണ്ടായിരുന്ന ഒന്ന് കുടിച്ച് കിറങ്ങി നടക്കായിരുന്നില്ല. അതിനിപ്പോ സീസൺ അല്ല. നിങ്ങളൊരു 2-3 മാസം കൂടെ കഴിഞ്ഞ് വരുവാണെങ്കിൽ പ്രോപ്പർ. നിങ്ങൾ കഴിഞ്ഞ വർഷം വന്നില്ലേ? കറക്റ്റ് സമയമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നീ ബാങ്ക് മേടിച്ചു തന്നില്ലല്ലോ. അത് ഞാൻ. അപ്പൊ നമ്മളങ്ങനെ ഡൗരിയ ഗെട്ടിലേക്ക് എത്തി കേട്ടോ. വെയിലുണ്ട് അല്ലേ? നല്ല വെയിലാ. അത് ഒറ്റയടിക്കാൻ ഇവിടുത്തെ ക്ലൈമറ്റ് മാറി പെട്ടെന്ന്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു. അവിടെയാണ് ഗംഗ അല്ലേ? നമ്മുടെ ഗംഗയും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. ഇതേപോലെ വണ്ടിയിൽ ഇതേപോലെ കൊണ്ടുവരും കേട്ടോ. എന്നിട്ടാണ് ഇവിടെ വിറകും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഭയങ്കര വിലയാ. ആണോ? ഇവിടെ അത് ബിസിനസ് ആക്കിയില്ലേ? പിന്നെ ഇതുണ്ടോ? ഇത് കണ്ടോ? ഇതിപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ഇനിയിപ്പോൾ അത് മെയിൻ ബന്ധുക്കാർ മാത്രമേ വരുള്ളൂ അല്ലേ? മെയിൻ ബന്ധുക്കാർ മാത്രം വന്ന് അവരിപ്പോൾ തന്നെ അങ്ങോട്ട് കർമ്മങ്ങളെല്ലാം ചെയ്ത് ദയിപ്പിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ആചാരം അല്ലേ? ഗംഗാജലമാണ്. ഇത് അവിടെയാണ് ഇതിൻ്റെ ആചാരവും പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. അവിടെ ചിതയുണ്ട്, ചിതയിലേക്ക് വെക്കുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് അതിൻ്റെ ഭസ്മ. ഇനി എൻ്റെ കുടുംബക്കാരൊക്കെ വന്നിട്ട് കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അതാണ് കണ്ടോ, ഇവിടെ ഫുള്ള് ഈ കാണുന്ന ഗംഗയാണ് കേട്ടോ. ഗംഗ ഇങ്ങനെ നീണ്ടു നിറഞ്ഞ് കിടക്കുക അല്ലേ? ഇതാണ് ഡൗറി കെട്ട്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ചിത. ഓരോ സ്ഥലത്തും ചിതകൾ ഇങ്ങനെ ഒരുക്കുന്ന സ്ഥലങ്ങളാണ്. ബോട്ട് സർവീസ് ഉണ്ട്, അതിൽ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നത്. ഇവിടുത്തെ ഭോജ്പൂരി പാട്ടാണ്. ഭോജ്പൂരി അല്ലേ? ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭോജ്പൂരിയാണ്. ഭോജ്പൂരിന്റെ പാട്ടാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഭോജ്പൂരി ആണോ? അല്ല ഈ ഏരിയയില് ഇവിടെ സംസാരിക്കുന്ന ഭോജ്പൂരി. ബീഹാർ ഇവിടെ അടുത്തല്ലേ?
കൊള്ളാം അല്ലേ? പോവാം. അടുത്തൂടെ ഒന്ന് പോയി കണ്ട അവിടെ അടുത്ത് ഇതാണോ കുറേ പട്ടും ഇതൊക്കെ പുതപ്പിച്ച് വന്നിട്ട് ഇവിടുന്ന് എടുത്ത് അതിലേക്ക് കിടത്തുകയാണ് കേട്ടോ. നമ്മൾ വാരണാസിയിൽ എങ്ങനെ ചെയ്യാമെന്നറിയോ? ഗംഗാജലത്തിൽ ഒന്ന് മുക്കും. ഇവിടെ അതുണ്ടാവുമോ? വാരണാസി സെയിം സംഭവം തന്നെ, ചെറിയ വ്യത്യാസം, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. നല്ല വെയിലും അടിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയേ. വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളങ്ങ് കാണിക്കുന്നില്ല കേട്ടോ. അതായത് ജിത്ത്, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. മലയാളം യൂട്യൂബ് ചാനലുകളിൽ ആദ്യമായിട്ടാണ് ഞങ്ങളിത് കാണിക്കുന്നത്. ഡൗരഘട്ടല്ലേ? ഡൗരഘട്ടം അങ്ങനെ. പിന്നെ വേറെ കാര്യമുണ്ട്, വാരണാസി എന്ന് പറയുമ്പോൾ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതൊക്കെ എന്ന് പറഞ്ഞ ഒരു നോർമൽ സംഭവമാണ്. ഇവിടെ എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കണം, അറിയാം. അവർ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ അറിയാൻ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെല്ലെ ഇവിടുന്ന് പോവാട്ടോ. ഇപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും വാരണാസി മാത്രമേ അറിയുള്ളൂ. ഇതുപോലെ ഒരുപാട് കട്ടുകൾ വേറെയുണ്ട്. അപ്പം അതും കൂടാണ് മെയിനായിട്ട് നമ്മൾ പറയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചതാട്ടോ. എന്തേ? കൽക്കണ്ടം തിന്നാ. വിറകുകൾ ഇഷ്ടം പോലെ കേട്ടോ. തൂക്കിയാണ് കൊടുക്കുന്നത്. ഒരു സെറ്റ് 8,000 രൂപ തോന്നുന്നു. 8,000 രൂപ, അതായത് ഒന്ന് ദഹിപ്പിക്കുന്നതിനല്ലേ? ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് കേട്ടോ, അല്ലേ? ആൻസി വേണേ ഒന്ന് ബേക്ക് നോക്കിയോ. എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. വേണേ ഒന്ന് ബേക്ക് നോക്കിയോ, എനിക്ക് കാണുകയില്ല. അപ്പം ചിലവർ ചിന്തിക്കുന്നുണ്ടാവും നമ്മളിങ്ങനെ പോയിട്ട് അവിടുത്തെ മൊത്തം കാര്യങ്ങളൊന്നും കാണിക്കാണ്ട് പെട്ടെന്ന് എന്താ പോകുന്നതെന്ന്. അത് വേറൊന്നും ഉണ്ടായിട്ടല്ല. നമ്മുടെ അടുത്ത് നമ്മളിങ്ങനെ വാരണാസിയൊക്കെ പോയ സമയത്ത് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു, അതായത് ഈ വാരണാസിയിൽ മാത്രം ഇങ്ങനെ ഘട്ടുകളുള്ളോ, അപ്പോൾ ബാക്കി യു പിയിലുള്ള ബാക്കി എല്ലാവരും എന്താ ചെയ്യാന്ന്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് ഘട്ടുകൾ യു പിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം വാരണാസി പോകാൻ പറ്റാത്തവർ, അവിടുത്തെ തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട്. പിന്നെ അതുമല്ല, നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോയി എല്ലാ കർമ്മങ്ങളും കാണിക്കാനുള്ളൊരു ഇതില്ല, മാനസികാവസ്ഥയല്ല. കാരണം നമുക്ക് കൊച്ച് നമ്മുടെ കൂടെയുണ്ട്. അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം അവൾക്കിപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മളെന്തിനാണ് അതൊക്കെ. അതെ, അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഇത് കാണിക്കാത്ത കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നോണ്ട്, ഒരുപാട് പേര് ചോദിച്ചോണ്ടാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം. തിരക്കായല്ലോ ഇപ്പോലെ, ഒരു രക്ഷയില്ല. ടൗണ് ഫുള്ള് ആള്. അതാ ഞാൻ പറഞ്ഞ, ഇവിടെ രാവിലെയും വൈകിട്ടുമാണ്. അല്ലെ, ഈ ഒരു ഏരിയ, ഈ ഗോസി എന്ന് പറയുന്ന ഏരിയ ഫുള്ള് മുസ്ലിംസിൽ ആൾക്കാർ. ഇവിടെ കൂടുതലും മുസ്ലിംസ് ആണ്. പക്ഷെ നല്ല തിരക്കല്ലേ? എനിക്ക് തോന്നുന്നതേ ഇപ്പൊ ഇവര് ഇറങ്ങാനുള്ള കാര്യം എന്താ, ഇന്ന് വെള്ളിയാഴ്ച. അപ്പൊ ഇവർക്ക് വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ്. ഞാനിങ്ങനെ ചിന്തിക്കും ഇവരെല്ലാവരും എന്താ ഇവിടെ. അല്ല, ഇതിനിപ്പോ അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ സമയത്ത് ഇത്ര നല്ല തിരക്കാണ് ഗോസിയില്. അതെ അതെ, യു പിയിലെ ഗോസി കേട്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഗോസിയിൽ ഇറങ്ങി. ഗോസിയിൽ നമ്മൾ എന്ത് കഴിക്കാൻ പോവാ? ഷവർമ്മ. ഇവിടെ വേറൊരു സാധനം വിട്ടു എന്ന് പറഞ്ഞല്ലോ. അതെന്താന്ന് പറഞ്ഞാൽ കുർമ പോലത്തെ ഒരു സംഭവമാണ്. അത് ഇവര് എന്ത് വെച്ചാ ഉണ്ടാക്കുന്നത്? അത് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പോത്ത് അങ്ങനെ പറഞ്ഞാൽ മതി, വെറുതെ അടി പഠിക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഷവർമ്മ എങ്ങനെ ഉണ്ടെന്ന് നോക്കാട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇത് മറ്റേ ഇവര് രാവിലെ വെട്ടിയിട്ട് ബാക്കി വരത്തില്ലേ, അത് വെച്ചിട്ടുണ്ട്. അതായത് അപ്പൊ ഇവിടെ നമ്മൾ പണ്ട് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്, എന്നാലും ഇവിടെ വെട്ടുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം. എവിടെയാ? മേളിലാ? ഓക്കെ. ജിലേബിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതുണ്ടാക്കുന്നത് കോഴിയാണേ. കോഴി അല്ല, നമ്മൾ കഴിക്കാൻ പോകുന്ന കോഴി വെച്ചിട്ട്. ഇവിടെ ഈ ഒരു ഗോസിയില് പരസ്യമായിട്ട് വിൽക്കുന്നുണ്ട്. അല്ല, ഞങ്ങള് മേടിക്കുന്നുണ്ട്, മറ്റേ ഇറച്ചി മേടിക്കും. ഞങ്ങൾ ഞായറാഴ്ച കഴിക്കുന്നുണ്ട്. എവിടെയാണ്? യു പിയില് അല്ലേ? അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല, ഇഷ്ടംപോലെ കിട്ടും. 150 രൂപയുള്ളൂ കിലോയ്ക്ക്. 150 രൂപയ്ക്ക് ഇവിടെ സാധനം കിട്ടും. ഷവർമ്മ. അപ്പൊ നമുക്ക് ഇത് പുതിയ ബേക്കറി ആണോ? പുതിയതാ? പുതിയല്ല, കുറെ ആയി. കുഞ്ഞാറ്റേനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ. കുഞ്ഞാറ്റേനെ ആൻസിനെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. 2 കുഞ്ഞാറ്റ നല്ല ഉറക്കമാണ്, അപ്പോൾ പിന്നെ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു. ഇതാണ് മെനു. എന്താ പറഞ്ഞു? വാവ്, ഷവർമ്മ, ബർഗർ, പിസ്സ, നോൺ വെജ്. എന്താ ഷവർമ്മയല്ലേ?
സ്പെഷ്യൽ ഷവർമയാ? സ്പെഷ്യൽ ഷവർമ എന്നാ പറഞ്ഞു. സ്പെഷ്യൽ ഷവർമ. അപ്പം അങ്ങനെ നമ്മുടെ ഷവർമ വന്നു. അത് നാട്ടിലെ അത്ര ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പച്ചക്കറി ഒന്നും അങ്ങനെ അധികം ഇട്ടിട്ടില്ല, ക്യാബേജ് സാധനങ്ങളൊന്നുമില്ല, ചിക്കൻ മാത്രമേ ഉള്ളൂ. 80 രൂപയാണ് ഈ ഒരു ഷവർമയ്ക്ക് വരുന്നത് കേട്ടോ. ഇതാണ് ഷവർമ. ഇത് കണ്ടോ, ഇത്രയും നീട്ടമുണ്ട്, ഇവിടുന്ന് ഇവിടം വരെ നീട്ടമുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സംഭവം കൊള്ളാം, അടിപൊളി. ഇവിടുത്തെ ചേട്ടൻ ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഈ ചേട്ടൻ, ഈ കടേൻ്റെ ഓണർ കോഴിക്കോട് ജോലി ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അവിടുന്നാണ് പുള്ളി ഷവർമ ഉണ്ടാക്കാൻ പഠിച്ചത്. എന്നിട്ട് ഇവിടെ ആൾക്കാരെ വെച്ച്, പുള്ളീൻ്റെ അനിയനാണ് ഇവിടെ ഇരിക്കുന്നത്, ആൾക്കാരെ വെച്ച് ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഷവർമ അങ്ങനത്തെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുക. ശരിക്കുള്ള ഓണർ ഇപ്പോഴും കോഴിക്കോട് പണിയെടുത്തോണ്ടിരിക്കുക വേറൊരു കടയിൽ. അത് കൊള്ളാം അല്ലേ? എങ്ങനെയുണ്ട് ജിത്തു? ഞാനിവിടെ 2-3 വട്ടം കഴിച്ചിട്ടുണ്ട്. പിന്നെ ആജംഗഡ് എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. അപ്പം അവിടെയും ഇവിടെ മാത്രം എൻ്റെ അറിവിൽ ഈ സാധനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ തീരെ വില കുറവാണ്, 45 രൂപ 50 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി, പക്ഷേ ഇത് 80 രൂപയ്ക്കുള്ള സാധനം. പിന്നെ ഫുള്ള് ചിക്കൻ, ഇതിനകത്ത് വേറെ ഒന്നും ആടിയിട്ടില്ല, ഫുള്ള് ഫില്ല് വെജിറ്റബിൾസ് പോലും മൊത്തം ചിക്കൻ മാത്രം. പൈസക്കുള്ളതുണ്ട് കേട്ടോ, പൈസക്കുള്ള 80 രൂപയ്ക്ക് മുതലാട്ടോ. അപ്പോൾ ഇവിടെ പ്ലേറ്റ് ഒക്കെ ഉണ്ടോ? ഷവർമ പ്ലേറ്റ് റോളെല്ലാം ഉണ്ട്. പിന്നെ അതിനകത്ത് മറ്റേ ചാർക്കോൾ എന്ന് പറഞ്ഞ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്, ഈ മെനുവിനകത്ത് ഉണ്ട്. ഞാനത് ആകെ ഈ സ്പെഷ്യൽ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ കുറേ ആയി ഷവർമ കഴിച്ചിട്ട്. ഞാനും പാഴ്സൽ മേടിച്ചിട്ട് നാട്ടിൽ നിന്നങ്ങാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച, അതുകൊണ്ട് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് എനിക്ക് പറയാൻ അറിയില്ല. അല്ല, നാട്ടിൽ വെച്ച് അത്ര രുചി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാ, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും പൊതുവെ വിലക്കുറവാണ്. ചിക്കൻ ആണെങ്കിലും എന്ത് സാധനം, പോത്ത് 150 രൂപ കിട്ടുമ്പോൾ പിന്നെ പറയണ്ട. നാട്ടിൽ ഇപ്പൊ 500 ആവാനായി. കാരണം അതെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും മേടിക്കാനില്ല, ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ മേടിക്കാനുള്ളൂ. അതുകൊണ്ട് സാധനത്തിനൊക്കെ ഒരു പൊതുവെ വിലക്കുറവ്. പച്ചക്കറി ആണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ്. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പൊ പോവാ. ആൻസിക്കല്ലായിരുന്നു ഷവർമ വേണേന്ന് ഇടയ്ക്കിടയ്ക്ക് ആൻസി പറഞ്ഞു. ഞങ്ങളുടെ ഈ യാത്രയിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. എങ്ങനെയുണ്ട് ആൻസി ഷവർമ? കഴിഞ്ഞ ദിവസം ഷവർമ പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനം, ഒരു കടിയാണ് ഞാൻ കഴിച്ചത്. അതെ ഞാൻ ഓൾമോസ്റ്റ് ഇത്രയും കഴിച്ചു. അപ്പൊ അതിനർത്ഥം അത് ചിക്കൻ തിക്കാ റോളായിരുന്നു നാഗാലാൻഡിൽ നിന്ന്. എന്റെ പൊന്നെ, ഒരു കടി കഴിച്ചിട്ട് അവിടെ ഇട്ടു. അവിടെ ആ എണ്ണ നമുക്ക് അല്ല, ഇതെന്ന് പറഞ്ഞാൽ ആ പുള്ളി കേരളത്തിൽ ജോലി ചെയ്യുന്നു. അത് ഞാൻ ഒന്ന് കഥ പറഞ്ഞ, അത് ഞാൻ പറഞ്ഞുതരാം. സൂപ്പർ അല്ലേ? അപ്പൊ ആൻസിയും കൂടി കഴിച്ച്, കൊച്ചിന് ഇച്ചിരി ഒളിച്ചേക്കണേ. ആൻസിയും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ പോവാട്ടോ.